അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ മീൻകറി തയ്യാറാക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു മീൻകറിയുടെ റെസിപ്പിയാണിത്. ഇതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു സവാള ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 2-3 ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമായ മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെക്കാം. മീൻകറി തയ്യാറാക്കാൻ വേണ്ടി എടുക്കുന്ന പാത്രം സ്റ്റൗവിലേക്ക് വെക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഉലുവ ഇഷ്ടമുള്ളവർക്ക് ഉലുവയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. കടുക് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അരച്ചെടുത്ത ആ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ചുഴറ്റി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സാധാരണ മീൻകറിയെ അപേക്ഷിച്ച് ഇത് വളരെ വ്യത്യസ്തമാണ്. കാരണം ഇത് നമ്മൾ വളരെ എളുപ്പത്തിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഉള്ളിയൊന്നും വഴറ്റാതെയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. എവിടെയെങ്കിലും പോകാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു രീതിയാണിത്. അപ്പോൾ ഇത് ഒരിക്കൽ പോലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അരച്ചപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരക്കുമ്പോൾ ചേർത്ത് കൊടുത്താലും മതി. ഈ അരപ്പ് തീരെ കുക്ക് ചെയ്തെടുക്കാത്തത് കൊണ്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. കൂടുതൽ സമയമൊന്നും കുക്ക് ചെയ്തെടുക്കണ്ട. ഇതിൻ്റെ ഒരു പച്ചമണം പോകുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. അടപ്പ് തുറന്ന് ഇടയ്ക്കിടയ്ക്കതൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മളിതിലേക്ക് പുളി ചേർത്തിട്ടില്ല. പുളി വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൽ ആവശ്യത്തിന് പുളി ഉള്ളതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബത്തൽ മീനാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള മീനാണ്. മീൻ ഫ്രൈ ചെയ്തിട്ടെടുക്കണം എന്നൊരു നിർബന്ധവും ഇല്ല. ഡയറക്റ്റായിട്ട് ഫ്രൈ ചെയ്യാതെ അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി. ഫ്രൈ ചെയ്തിട്ട് ചേർക്കുകയാണെങ്കിൽ മീൻ ഒരിക്കലും പൊടിഞ്ഞു പോവില്ല. എത്ര ഇളക്കി കൊടുത്താലും മീനൊന്നും സംഭവിക്കില്ല. ഞാൻ വീണ്ടും പറയട്ടെ, ഫ്രൈ ചെയ്യുന്നത് ഓപ്ഷനിലാണ്. വേണമെങ്കിൽ ചെയ്താൽ മതി. ഡയറക്റ്റ് പച്ചക്ക് മീൻ അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി. മീൻ ചേർത്ത് കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും അല്പം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഫ്രൈ ചെയ്യാതെയാണ് മീൻ ചേർക്കുന്നതെങ്കിൽ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കരുത്. മീൻ പൊടിഞ്ഞു പോവും. ഇപ്പോൾ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സ്വാദിഷ്ടമായ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള മീൻകറിയാണ്. നിങ്ങൾക്കത് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഒരിക്കൽ പോലും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഏത് മീൻ ഉപയോഗിച്ചും നമുക്ക് ഈ മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ്. ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.